സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര ആവറേജ് ആയിരുന്നു. പണ്ടത്തെ സ്ക്രിപ്റ്റ് ഒക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ ഇതില്ലേ അങ്ങനെ കൊണ്ടുവന്ന് തട്ടിക്കൂട്ടി കൊണ്ടുവന്നു. കിൻഡിൽ ഇടിയൊക്കെയാണ്, പക്ഷെ നമുക്കൊരു ഇമ്പാക്ട് ഇല്ല. ഒരു മൂവ്മെന്റ് ഒക്കെ മറ്റേ പറയൂലേ, അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഇല്ല, ഹൈ മൂവ്മെന്റ് ഒന്നുമില്ല. ഷാജി കൈലാസ് പാട്ടായിട്ട് വന്നത്, പ്രതീക്ഷിച്ച് വന്നത് പുള്ളിയുടെ ഒരു മറ്റേ ഇതിൽ സ്ഥിരം ഒരു ആക്ഷൻ പാക്കഡ് മൂവി പോലെ, പക്ഷെ ഒരു ഇമ്പാക്ട് ഇട്ടിട്ടില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു കുറച്ച് മാസമുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. പഴയ ഷാജി കൈലാസ് വൈബ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നോക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. പക്ഷെ അത് മലയാള സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ മലയാളത്തിൽ വേറെ ആരുമില്ല. കാരണം ഒരു സ്ക്രീനിലേക്ക് ഒറ്റയ്ക്ക് നിന്ന് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു നടൻ ജോർജ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. സിനിമ എങ്ങനെയുണ്ട്? സിനിമ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഒക്കെ ഇച്ചിരി മോശമാണ്. കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കാമായിരുന്നു. ജോജുവിനൊക്കെ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമല്ല, ഈ സാത്താന്മാർക്കെല്ലാം എന്തിനാണ് ഈ കുരിശ് കൊടുക്കുന്നത്? അറിയാത്തോണ്ടിരിക്കുകയാണ്. സാത്താൻ കഥാപാത്രം ചെയ്യുന്ന എല്ലാവർക്കും കുരിശ് കൊടുത്തേക്കാണ്. കുരിശാണ് ശരിക്കും കർത്താവ് ഒരു സാത്താനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് കൊടുക്കണേ? പടം കൊള്ളാം, നല്ല ആക്ഷൻ മൂവിയാണ്. ജോഷി സാറിന്റെ നന്നായിട്ട് മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജി ചേട്ടനാണെങ്കിലും നല്ല അടിപൊളി ആക്ടിങ്. ഒരു ഫാമിലി ഫാമിലി ആക്ഷൻ ത്രില്ലർ തന്നെ, ഫാമിലിക്കായിട്ടും കാണാം. ശരിക്കും മേക്കിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു മികച്ച പടം തന്നെ. നരസിംഹ കാണുമല്ലോ, ഏകദേശം നല്ലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും എല്ലാം ആണ് ഇതിന്റെ അകത്തുള്ളത്. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയൊക്കെയാണ്. ശരി, വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മുന്നിൽ കാണണം. ജോജു എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ?